പത്തനംതിട്ട അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം രാത്രികാലത്ത് കഞ്ചാവ് കച്ചവടം ഉപയോഗം തകൃതിയായി നടക്കുന്നുവെന്ന് വാർഡ് കൗൺസിലറും CPIM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ റോണി പാണംതുണ്ടിൽ നിരന്തരമായി നഗരസഭാ കൗൺസിലിൽ പരാതി ഉന്നയിച്ചിരുന്നു. ലഹരി മാഫിയയുമായി നഗരസഭാ അധ്യക്ഷ CPIM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ദിവ്യ റെജി മുഹമ്മദിന് ബന്ധമുണ്ടെന്ന് കൗൺസിലർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൗൺസിലർ റോണി ശബ്ദ സന്ദേശം ഇട്ടതാണ് വിവാദത്തിന് തുടക്കമായത്. ചെയർപേഴ്സൺ എന്ന് ചൊക്ലി എന്ന് പറഞ്ഞ കടയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചെയർപേഴ്സണ് ഭയങ്കര ക്യൂരിയോസിറ്റി മുഖത്ത് ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയായിട്ടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രീകരിച്ച് വിൽക്കുന്ന അടൂർ ടൗണിൽ ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ചെയർപേഴ്സൻ്റെ ശിങ്കടിമാരുമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു മാനേജ്മെൻറ്റിനെതിരെ, ഒരു അമ്പലത്തിനെതിരെ, ഒരു നാട്ടിലെ ജനങ്ങൾക്കെതിരെ ചെയർപേഴ്സൺ തീരുമാനമെടുക്കാൻ മടിച്ചിരിക്കുന്നു? ഇടതുപക്ഷം ഭരിക്കുന്ന അടൂർ നഗരസഭയിൽ ഒരു CPIM കൗൺസിലർ CPIM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചത് CPIM നേതൃത്വത്തിന് ക്ഷീണമായി. പാർട്ടി വിഷയത്തിൽ ഇടപെട്ടു. ഒടുവിൽ കൗൺസിലർ റോണി പാർട്ടിക്ക് വഴങ്ങി. തന്റെ വാർഡിൽ തെരുവ് വിളക്കുകൾ കത്താത്തത് ലഹരി മാഫിയയ്ക്ക് സഹായകരമാകുന്നതായും തെരുവ് വിളക്കുകൾ മാറ്റിയിടാത്തത് കൊണ്ടാണ് നഗരസഭാധ്യക്ഷ ലഹരി മാഫിയയുടെ ആളാണെന്ന് താൻ പറഞ്ഞതെന്നും കൗൺസിലർ റോണി വ്യക്തമാക്കി. ഇല്ലത്തുകാവ് ക്ഷേത്രം സെമി സ്കൂൾ മാനേജ്മെന്റ് റെസിഡന്റ് അസോസിയേഷൻ ഇവർ രേഖാമൂലം പരാതി എഴുതി നൽകുകയും വാക്കാൽ എപ്പോഴും എന്നെ വിളിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പം അവിടുത്തെ ലൈറ്റ്, ക്യാമറ മുതലായ കാര്യങ്ങൾ വെക്കണമെന്ന ആവശ്യം എൻ്റെ ആവശ്യമുണ്ട്. എന്നൊക്കെ അത് ചെയ്യാത്തതിലുള്ളൊരു ആ സമയത്തൊരു വികാരപരമായ ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പം ആ മാനസികാവസ്ഥയിലാണ് ഞാൻ നിങ്ങളിതിനെ സഹായിക്കുന്നു എന്ന തരത്തിലേക്ക് സംസാരിച്ചത്. ചെയർപേഴ്സണെ എനിക്ക് വളരെ കുട്ടിക്കാലം പോലെ അറിയാവുന്ന ഒരാളാണ്. ചെയർപേഴ്സൺ ലഹരി മാഫിയയുടെ ആളല്ല, ചെയർപേഴ്സൺ ലഹരി കച്ചവടമുള്ള ആളല്ല. ഇതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലാതെ ചെയർപേഴ്സൺ ലഹരി മാഫിയയുടെ ആളാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പറയും എന്നൊരു എൻ്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. പാർട്ടി കൗൺസിലർ റോണിയോട് വിശദീകരണം ചോദിച്ചിരുന്നതായും വിശദീകരണം പാർട്ടി തള്ളിയതായും കൗൺസിലർക്കെതിരായ നടപടി പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി S. മനോജ് പറഞ്ഞു. അടൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ ചെയർപേഴ്സണുമായ ദിവ്യ റെജി മുഹമ്മദിന് ഏതെങ്കിലും മാഫിയയുമായി ബന്ധമുണ്ടെന്നോ ഏതെങ്കിലും ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്നുള്ള അഭിപ്രായം പാർട്ടിക്കില്ല. അങ്ങനെ ഒരു തോന്നത്തക്ക തരത്തിലുള്ള പ്രസ്താവന പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ റോണിയുടെ ഭാഗത്തുണ്ടായത് ഉണ്ടാവാൻ പാടില്ലാതായിരുന്നു. പ്രത്യേകിച്ച് ഒരു പൊതുവിടത്തിൽ അത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് ഈ പാർട്ടിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവമതിപ്പുണ്ടാക്കാനും അവഹേളിക്കാനും കാരണമായി തീർന്നിട്ടുണ്ട് എന്നതിന് തർക്കമില്ല. റോണി പാർട്ടിയെ സംബന്ധിച്ച് റോണിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. റോണി തന്ന വിശദീകരണം പാർട്ടി ചർച്ച ചെയ്തു. റോണിയുടെ വിശദീകരണം പാർട്ടി സ്വീകരിക്കുകയല്ല, റോണിയുടെ വിശദീകരണം പാർട്ടി തള്ളുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റോണിയോട് ഇന്ന് പാർട്ടിയോടൊപ്പം പത്രസമ്മേളനം നടത്തി തിരുത്തൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് റോണി പത്രസമ്മേളനം നടത്തി തിരുത്തൽ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് അത് സംബന്ധിച്ച് എന്ത് നടപടി സ്വീകരിക്കുന്നത് പാർട്ടി അതിനോട് വിധേയമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. നഗരസഭാ അധ്യക്ഷ ദിവ്യ മുഹമ്മദ് റെജി കൗൺസിലർ റോണിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി തന്നെ തള്ളിക്കളയില്ല എന്ന പ്രതീക്ഷയിലാണ് കൗൺസിലർ റോണി പാണംതുണ്ടിൽ. ഞാൻ സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ട് SFIയിലൂടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. 99 മുതൽ ഞാൻ ഈ പാർട്ടിയോടൊപ്പം ഉള്ള ആളാണ്. ഇടയ്ക്ക് കുറച്ച് ഞാൻ ജോലി സംബന്ധമായി പോയപ്പോൾ മാത്രമേ ഇല്ലാത്തതുള്ളൂ. ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ബന്ധപ്പെട്ട കാര്യത്തിന് നിന്നിട്ടുമില്ല. പിന്നെ ഈ പാർട്ടി എന്നെ ആണെങ്കിൽ 2 ബാങ്കിന്റെ ബോർഡ് മെമ്പർ ആക്കിയിട്ടുണ്ട്. ഈ പാർട്ടി എനിക്ക് സീറ്റ് തന്നു, എന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കി. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട് 10 വർഷത്തിൽ കൂടുതലാവുന്നു. അപ്പം ഞാൻ അന്നേരത്തെ ഒരു കാര്യം കൊണ്ടങ്ങ് പറഞ്ഞതല്ലാതെ എനിക്ക് രാഷ്ട്രീയ ഭാവി എന്ന് പറയുമ്പോൾ ഈ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ആവുക എന്ന് പറഞ്ഞ CPIMനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അത്രയും വരെ എത്തിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം എൻ്റെ ഈ ചുറ്റുപാടിനകത്തുനിന്ന് ഞാൻ വളരാവുന്ന പരമാവധിയൊക്കെ എത്തിയിട്ടുണ്ട്. പാർട്ടി ഇനിയും എന്നെ കൈവിട്ട് കളയോ എന്നെ അങ്ങനൊന്നും കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടില്ല. പാർട്ടി എപ്പോഴും എന്നോടൊപ്പം, ഞാൻ പാർട്ടിയോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, പാർട്ടിയോടൊപ്പം തന്നെ ആയിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.